പിന്നെ അവന് ജന്നത്തുൽ മഹബ്ബത്തി വൽ മഅരിഫത്തി ആയിരിക്കും അവന്റെ മഅ്വ, അവന്റെ അഭയകേന്ദ്രം. അല്ലാതെ മഅ്വ എന്ന് പറഞ്ഞിട്ടൊരു സ്വർഗമുണ്ട് എന്നല്ല. അപ്പൊ ജന്നത്തുൽ മഅ്വ എന്ന് പറഞ്ഞിട്ടൊരു സ്വർഗമുണ്ട് സ്വർഗത്തില്. പല സ്വർഗമുണ്ട്, ഒരു സ്വർഗം ജന്നത്തുൽ മഅ്വയാണ്. മഅ്വ എന്ന് പറഞ്ഞാൽ അഭയസ്ഥാനം, അത്രയേ ഉള്ളൂ. മഅ്വ എന്ന് പറഞ്ഞാൽ നമുക്ക് അഭയം തേടാനുള്ള ഇടം. അത് മറിയമിനോടും പറഞ്ഞില്ലേ, ആവൈനാഹുമായിലാദാത്തി റബുവത്തിൻ വ ഖറാറിൻ മഈൻ. ആവൈനാഹുമ, ഞാൻ ഈസക്കും ഈസയുടെ മാതാവിനും അഭയം കൊടുത്തു. അതാണ് ഈ മഅ്വ, അഭയം കൊടുത്തു ഈസക്കും ഈസയുടെ മാതാവിനും. ഇലാ റബുവത്തിൻ വ ഖറാറിൻ മഈൻ, റബുവയിലേക്ക് അഭയം കൊടുത്തു. അവളുടെ മനസ്സിന്റെയും അറിവിന്റെയും അത്യുന്നതമായ വളർച്ചയിലേക്ക്, വളർച്ചയുടെ പൂർണ്ണതയിലേക്ക്. അതാണ് റബുവ. റബ എന്ന് പറഞ്ഞാൽ വളരുക എന്നാണ്. മനസ്സിന്റെ വളർച്ചയുടെയും വിജ്ഞാനത്തിന്റെ വളർച്ചയുടെയും റബുവ. അതാണ് റബ എന്ന് പറഞ്ഞാൽ വളരുക. റബ്ബ് എന്ന് പറഞ്ഞാൽ വളർത്തിക്കൊണ്ടുവരുന്നവൻ. അതാണ് റബ്ബ്, വളർത്തിക്കൊണ്ടുവരുന്നവൻ. റബ വളരുക, സ്വയം വളരുക. ആ വളർച്ചയുടെ റബുവ അവിടെ അവസാനം ആണ്. ആ വൃത്തത്തെ പൂർത്തീകരിച്ച് റബുവയിലേക്കാണ് ഞാൻ അഭയം കൊടുത്തത്. അത് ഈസക്കും ഈസയുടെ മാതാവിനും. ആവൈനാഹുമായില്ലാതെ റബുവത്തിൻ വ ഖറാറിൻ. അതിന് കാശ്മീരിലൊരു കുന്നായിട്ട് കാണുന്നവർക്ക് കണ്ടോളിയും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുഴപ്പമൊന്നുമില്ല. കാശ്മീരിലെ റബുവ എന്നുകൊണ്ടൊരു കുന്നുണ്ട്, അവിടേക്കാണ് ഈസക്കും ഈസയുടെ അമ്മാക്കും അഭയം കൊടുത്തത് എന്ന് പറയുന്നവർക്ക് അങ്ങനെയും പറയാം. അഭിപ്രായ വ്യത്യാസം. ഈ മനുഷ്യന്റെ വളർച്ചയെ ആര് തടയുന്നുവോ, തന്റെ മനസ്സിന്റെയും ചിന്തയുടെയും വളർച്ചയെ ആര് തടയുന്നുവോ അവനാണ് റിബയിലുള്ളത്. അതാണ് റിബ. പലിശയല്ലേ, പലിശയല്ല. മനസ്സിന്റെ വളർച്ചയെ അവൻ തടഞ്ഞു നിർത്തി. റിബ, അവൻ റിബയിലാണ്. അതാണ് ഹറമൽ റിബ, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ എന്ന് പറഞ്ഞതാണ്. മനസ്സിന്റെ ഈ റിബ, മനസ്സിന്റെ റബ, വളർച്ചയെ തടഞ്ഞു നിർത്തിയ ഒരാൾ ഇനി വളരാൻ അനുവദിക്കുക. അവന്റെ സാംസ്കാരികമായ, വൈജ്ഞാനികമായ, പോസിറ്റീവായ തലത്തിലുള്ള അവന്റെ മനസ്സിന്റെ വളർച്ചയെ ഏതൊരു മനുഷ്യൻ തടഞ്ഞു നിർത്തുന്നുവോ അവൻ റിബയിലാണ്. അവൻ റിബയിലാണ്. ആ റിബക്ക് വേണ്ടതാണ് അവൻ തിന്നുകൊണ്ടിരിക്കുന്നത്. അവൻ റിബക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവന്റെ മനസ്സിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പകയാണ്, അസൂയയാണ്, കിബറാണ്, ഇസ്സത്താണ്, ഹിക്താണ്, കറാഹത്താണ്, അദാവത്താണ്, ബഗ്ള ആണ്. ഇതൊക്കെയാണ് തിന്നാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മനസ്സിന്. അപ്പൊ അത് ഇരട്ടിയായിട്ട് അങ്ങനെ വരും. എന്നെ ചെയ്യും, തിരിച്ചും കിട്ടും. അത് തിന്നാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിൽ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് തഖ്വിയത്തുൻ നഫ്സ് കിട്ടണോ? നിങ്ങളെ മാനസികമായി, വൈജ്ഞാനികമായി നിങ്ങളെ ഉയർത്തിക്കൊണ്ടു പോകുന്ന ആ അള്ളാഹു ഉയർത്തി വെച്ച ആ വിജ്ഞാനത്തിന്റെ മേഖലയെ, അതാണല്ലോ ഖുത്ലു അലൈഹിൻ നബ, അവർക്കൊരു വൃത്താന്തത്തെ നീ വായിച്ചു കൊടുക്ക്. അവർക്ക് ഞാൻ എന്റെ വചനങ്ങൾ, തെളിവുകൾ കൊടുത്തു. ഫൻസലഹ മിൻഹ, അവൻ അതിൽ നിന്ന് ഊരിപ്പോയി. വാഹലദഹു ഇലല്ലാഹി, അവൻ ഭൂമിയിലേക്ക് പോയി. അവൻ ഉയരാൻ തയ്യാറല്ല. എന്നാൽ അതിനെ സ്വീകരിച്ചപ്പോൾ വറഫഅനാഹു, ഞാൻ അവനെ ഉയർത്തി. അതേ ആയത്തിൽ പറയുന്നത്. ആ ദൈവികമായ തെളിവുകളെ, യാഥാർത്ഥ്യങ്ങളെ സ്വീകരിച്ചവനെ ഉയർത്തി. നേരെ മറിച്ച് ഫൻസലഹ മിൻഹ, അതിൽ നിന്ന് ഊരിപ്പോയവൻ, അതിനെ നിന്ന് നിഷേധിച്ചവൻ. അതാണ് ഇൻസലഹ എന്ന് പറഞ്ഞാൽ ഒന്നിനെ തള്ളിക്കളയാന്നാണ്. അല്ലാതെ അശ്ഹുറുൽ ഹുറും 4 മാസങ്ങൾ, പവിത്രമായ 4 മാസങ്ങൾ ഇൻസലഹ കഴിഞ്ഞു പോയാൽ അപ്പൊ കണ്ടോർത്ത് വെച്ച് വെട്ടിക്കോളിന്നല്ല. അവരെ വിജ്ഞാനത്തിന്റെ, പവിത്രമായ വിജ്ഞാനത്തിന്റെ വെളിപ്പെടുത്തലുകളിൽ നിന്ന് ഏതൊരു മനുഷ്യൻ, ഏതൊരു വ്യക്തി അതിനെ തള്ളിക്കളയുന്നുവോ അപ്പോ അവനോട് ഫഖത്തുലൂനാവാം. അല്ലാതെ അശ്ഹുറുൽ ഹുറും എന്ന് പറഞ്ഞാല് ഇശ്ഹാറുൽ ഉലൂമാണ്. വിജ്ഞാനത്തെ വെളിപ്പെടുത്തപ്പെടുന്ന വിജ്ഞാനങ്ങളിൽ നിന്ന് ഒരാൾ ഊരിപ്പോവുകയാണ്, അതിനെ നിഷേധിച്ചു പോവുകയാണ്. അല്ലാതെ 4 മാസം കഴിഞ്ഞാൽ കണ്ടയിടത്ത് വെച്ചിട്ട് വെട്ടിക്കോളിന്നല്ല. അങ്ങനെ അർത്ഥം വെച്ചിട്ട് പിന്നെ ആരെങ്കിലും ചോദിച്ചിട്ട് പിന്നെ ബബ്ബ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.